അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസ്സ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് രസകരമായൊരു വിഷയമാണ് നിങ്ങളായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. വേറൊന്നുമല്ല, 1-2 ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തു. ആറ്റക്കോയത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാമിദ് എന്ന് പറയുന്ന ഒരു സഹോദരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചില അറിവില്ലായ്മകളെ ചൂണ്ടിക്കാട്ടിയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തു. അതിനെ തുടർന്നുണ്ടായ ചില പ്രതികരണങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ കോവിഡ് സമയത്തുണ്ടായ ഒരു ഹൈറിനെ കുറിച്ച്. അതായത് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മജ്ലിസുകൾ ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ ആ മജ്ലിസുകളിലൊക്കെ ഭാഗവാക്കാവുകയും ചെയ്തപ്പോൾ ഹറാമുകളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ ഇവിടെ മുതലെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ മജ്ലിസുകൾ നടത്തുമ്പോൾ വല്ല സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലിക്കോട്ടെ, ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ അറിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ വലിയ അറിവാളിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അടിച്ചങ്ങ് വിടുക, ഇത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ഇവരെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽപ്പെട്ടൊരു മജ്ലിസാണ് എന്ന് ഞാൻ വ്യക്തമാക്കിയില്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അങ്ങനെ തോന്നിപ്പിക്കുമാറ് നടത്തപ്പെടുന്ന ഒരു മജ്ലിസാണ് നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു മജ്ലിസ്. ഞാനതിനെ കുറ്റം പറയല്ല കേട്ടോ. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഞങ്ങളതിൽ സ്വലാത്തില്ല, ഞങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ തനിക്കെന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിച്ചത്. എനിക്കൊരു പ്രശ്നമില്ല, സ്വലാത്ത് ആരും ഇല്ലാലും ഗുണം കിട്ടും. സ്വലാത്തിൻ്റെ സദസ്സ് മാത്രം അവർ നടത്തിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല സഹോദരങ്ങളെ. ഞാൻ നിങ്ങളോട് സ്വലാത്ത് നടത്തണ്ടെന്നോ ആ സ്വലാത്ത് മോശമാണെന്നൊന്നും അല്ല പറഞ്ഞത്. സ്വലാത്ത് ആരും എല്ലാവരും ഗുണമുണ്ടാവും. എന്തിനേറെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വഹാബികളെ കുറിച്ച് പറഞ്ഞില്ലേ. എന്താ വഹാബികളുടെ വിശ്വാസം? ഞാനൊന്ന് പറഞ്ഞു, അള്ളാഹ്ക്ക് രൂപമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണവർ. അള്ളാഹുടെ 2 കൈയും വലത്തെ കൈയാണെന്ന് വിശ്വസിക്കണേ. ചില ആൾക്കാർ ഉസ്താദ് മുജാഹിദിനെ കുറിച്ച് ഉസ്താദിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അങ്ങനെയൊന്നും മുജാഹിദിന് വിശ്വാസമില്ല എന്നാണ്. നിങ്ങൾക്ക് മുജാഹിദ് എന്താണെന്നറിയില്ല. മുജാഹിദുകൾ എഴുതി വെച്ച കാര്യം ഞാനീ പറയുന്നത്. 2 കൈയും അള്ളാഹിൻ്റെ 2 കൈയും വലത്തെ കൈയാന്നാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അള്ളാഹിനെ വികലാംഗനാക്കിയവർ. അതുപോലെ അള്ളാഹ്ക്ക് ചന്തി ഉണ്ട് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹ്ക്ക് രൂപമുണ്ടാക്കി ഒരു ഭദ്രകാളിയെപ്പോലെ കണ്ട് ആരാധിക്കുന്ന യഥാർത്ഥ അള്ളാഹിനെ ആരാധിക്കാത്ത മുജാഹിദ് വിശ്വാസികൾ, അതൊരു പ്രത്യേക മതം പോലെയാണ്. ഇപ്പോൾ ഈ അടുത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, കഴിഞ്ഞ ആഴ്ച ഒരു സംവാദം നടന്നു, സിഹറിനെ കുറിച്ചായിരുന്നു. അതിൽ ജിന്ന് മുജാഹിദ്, അതായത് ജിന്നിനെ വിളിച്ച് ആരാധിക്കുന്ന ഒരു വിഭാഗം, വിസ്ഡം മുജാഹിദ് എന്ന് പറയും. അവർ ജിന്നാരാധകരും ജിന്ന് പൂജകരുമാണ്. മറ്റേ വിഭാഗം എന്ന് പറഞ്ഞാൽ അത് KNM വിഭാഗം, മടവൂരികൾ, ഹദീസ് പച്ചയായി നിഷേധിക്കുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിനെ തന്നെ നിഷേധിക്കുന്ന ഒരു തരം മുജാഹിദുകളാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഇവർ ഈ വിസ്ഡം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിഹറന്മാരും മന്ത്രവാദവും ആഭിചാരവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ്. കണ്ടാൽ മാന്യന്മാരാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഭിചാരക്രിയയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് നേരിട്ട് പരിചയമുണ്ട് കുറേ ആളുകളെ. ആഭിചാര സെൻറ്റർ വരെ നടത്തുന്ന മന്ത്രവാദികളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇരിക്കട്ടെ, അതൊന്നും പുറത്തറിയില്ല, പുറത്തൊക്കെ ഭയങ്കര ഡീസൻസിയാണ്. അപ്പോൾ എന്നാൽ ഈ ഓപ്പോസിറ്റ് വിഭാഗം പച്ചയായ ഹദീസ് നിഷേധികളാണ്. ഇവർക്കിടയിൽ തർക്കമാണ് സിഹറിനെ കുറിച്ച്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുക. നീയല്ലടാ കാഫിർ, നീയല്ല മുസ്ലിം, ഞങ്ങളാ മുസ്ലിം, നീ കാഫിറാണ്. അതായത് ഇതൊരു തരം മതം. ഇതിൽ ആരാണ് യഥാർത്ഥ മുജാഹിദ് എന്ന് തീരുമാനിക്കാനാണ്. ഏതാണ്ട് 7-8 ഗ്രൂപ്പുകൾ മുജാഹിദുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അള്ളാഹിൻ്റെ ഖുർആൻ ഒന്നേ ഉള്ളൂ. എന്നാൽ ഇവരെഴുതി വെച്ചേക്കണ പരിഭാഷകൾ 8 ഗ്രൂപ്പിന് 8 പരിഭാഷയാണ്. 8 പരിഭാഷയിലും 8 വ്യത്യസ്തമായ ഖുർആനികമായ അർത്ഥങ്ങളാണ്. ഒന്നിനോട് ബന്ധം ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പരിഭാഷ പ്രകാരം മറ്റവൻ മുശ്രിക്കും ഇപ്പുറത്തവൻ കാഫിറും ആയിരിക്കും. എന്നാൽ അള്ളാഹിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ ശരിയാകണ്ടേ? തൗഹീദല്ല, നമ്മളാരും പരിഹസിക്കല്ല. അറിവില്ലാത്ത സാധുക്കളാണ്, കണ്ട വലിയ താടി ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ 5 വയസ്സിൻ്റെ വിവരമല്ല ഈ മലയാളത്തിൽ ഏതെങ്കിലും സാധുക്കൾ എഴുതി വെച്ചത് വായിച്ചിട്ട് വന്ന് പറയണതാ ഖുർആനും ഹദീസ് എന്ന് പറയുള്ളൂ. അതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല. ചിന്തിച്ച് നോക്കിയേ. പച്ചയായ ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് വരെ നിഷേധിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന മടവൂരി മുജാഹിദ് എന്ന് പറയുന്നത്. ഒരു അറിവില്ലാത്ത അപ്പാവികളാണ്. റസൂലുള്ള വെറും അറബി പയ്യനാന്ന് കരുതുന്നവർ. വലിയ താടി മാത്രം ഉണ്ടാവും, പക്ഷെ അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച് ഒരു അറിവുണ്ടാവില്ല. ഈ മനുഷ്യന്മാർ സ്വലാത്തി ഇല്ലാലും പടച്ചവൻ ചിലപ്പോൾ ഗുണം കൊടുക്കും. അതിനർത്ഥം ഞാൻ നൂറെ ഹബീബ് തങ്ങളെന്ന് പറയുന്ന ഹാമിദ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം സയ്യിദാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഹാമിദ് എന്ന സഹോദരനെന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം സ്വലാത്ത് ചൊല്ലി, നിങ്ങളും സ്വലാത്തി ചൊല്ലി പടച്ചവൻ ഗുണം തന്നിട്ടുണ്ടാവും എന്നതുകൊണ്ട് അദ്ദേഹം പരസ്യമായി തെറ്റ് ചെയ്താൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയണത്? ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, തങ്ങന്മാരെ ബഹുമാനിക്കും ഉസ്താദെ, നിങ്ങൾ തങ്ങളെ ആക്ഷേപിച്ചതുകൊണ്ട് ഇനി നിങ്ങളുടെ ചാനൽ ഞങ്ങൾ കാണൂല. ഞാൻ നിർബന്ധിച്ചോ എൻ്റെ ചാനൽ കാണാൻ? നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം. ഞാൻ തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്.
അതായത് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് അദ്ദേഹമെന്ന് എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ തങ്ങളാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും അദ്ദേഹം പരസ്യമായി ജനങ്ങൾക്കിടയിൽ അറിവില്ലായ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ തിരുത്തി കൊടുക്കൽ പണ്ഡിത ധർമ്മമാണെന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരസ്യമായിട്ടൊരു തങ്ങൾ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു സയ്യിദ് പരസ്യമായിട്ട് ജനങ്ങൾ കാണുക ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റിനെ എതിർക്കാതെ പണ്ഡിതന്മാർ മിണ്ടാതിരുന്നാൽ ആ പണ്ഡിതന്മാരുടെ മേൽ അതാപുണ്ട്. അത് തങ്ങളാണെങ്കിലും തങ്ങളല്ലെങ്കിലും. കാരണം എന്താ, അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് കരുതി സാധാരണക്കാർ പിൻപറ്റും, അറിവില്ലാത്തവർ പിൻപറ്റി പോവും. അപ്പോൾ പണ്ഡിതന്മാർ അവിടെ തങ്ങളാണോ തങ്ങളല്ലേ എന്നൊന്നും നോക്കേണ്ടതില്ല. തങ്ങളെയല്ല ആക്ഷേപിക്കുന്നത്, അവിടെ ആ ചെയ്ത തെറ്റെന്താണെന്ന് തുറന്നു പറയൽ പണ്ഡിത ധർമ്മമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം അവിടെ വിളിച്ചു പറഞ്ഞത്. ക്ലിയറായോ? എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന, പക്ഷെ മനസ്സിലാവില്ല എന്താ സംഭവം ഞാൻ പറയട്ടെ. അതിൻ്റെ അടിയിൽ വന്നത് പച്ചത്തെറികളാണ്. ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടത് പച്ചത്തെറികൾ വന്നിട്ടാണ്. കമൻറ്റ് ബോക്സ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടു ഞാൻ ആ വീഡിയോയുടെ. എന്തിനാ കുറേ തെറി വിളിക്കുക. ഇതാണോ നിങ്ങൾക്ക് തങ്ങൾ പഠിപ്പിച്ചു തന്നത്? ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറേ പെണ്ണുങ്ങളാണ്. യാ അല്ലാ, ഗ്രൂപ്പിൻ്റെ പേരൊക്കെ നൂറെ ഹബീബെ. അതിൻ്റെ അകത്ത് വന്ന വീഡിയോസൊക്കെ ഈ പറയുന്ന ഹാമിദ് എന്ന് പറയുന്ന സഹോദരൻ്റെ വീഡിയോസ് കുറേ ആളുകളെ ശപിക്കുന്ന വീഡിയോസൊക്കെയാണ്. അതായത് നമ്മുടെ നേതൃത്വം എങ്ങനെയായിരിക്കണം? നമുക്ക് നേതൃത്വം നൽകുന്ന ആൾ എല്ലാവരും എന്നെ ചീത്ത പറയണവരൊക്കെ നീ നശിപ്പിക്കണേ അല്ലാ, എന്നെ ചീത്ത പറയണവരൊക്കെ നീ അങ്ങോട്ട് കൊന്നു കളയണല്ല എന്ന് ദ്വാരക്കുന്ന ആളെക്കുറിച്ച് അങ്ങനെയല്ല നമ്മുടെ നേതൃത്വം ആകേണ്ടത്. അവർക്ക് പുറത്തു കൊടുക്കണമല്ല എന്ന് പറയുന്ന ആളാവണം. ഈ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് മൂപ്പരെല്ലാവരും ശപിക്കുന്നതുകൊണ്ടാണ് മൂപ്പരുടെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഈ ഓടി നടന്ന് തെറി വിളിക്കുക. എന്നെ പൊടാ ഡാഷെ പൊടാ മറ്റവനെ മറിച്ചവനെ ഇങ്ങനെ കുറേ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. സന്തോഷമുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. അള്ളാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മളതിലും ബൽദൊക്കെ കേൾക്കണം. വഹാബികൾ വന്ന് തെറി പറഞ്ഞു. എന്തല്ല വഹാബികൾ പറഞ്ഞ തെറിയൊന്നും നമുക്ക് പറയാൻ കൊള്ളൂല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഡ്ഢികളാണ്. അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച് അറിയാതെ ഞങ്ങളാണ് ഏറ്റവും വലിയ മുസ്ലിം എന്ന് കരുതി നടക്കുന്ന, അള്ളാഹുവിൽ പച്ചയായി അള്ളാഹുവിന് രൂപമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ നമുക്ക് മാറ്റി നിർത്താം. കാരണം അവർ പാരമ്പര്യമായി റസൂലുള്ളാഹി ആയ സ്വഹാബത്തായ ഒരു ബന്ധമില്ലാത്തൊരു വിഭാഗമാണ്. അങ്ങനെ മാറ്റി നിർത്താം. അവർ തെറി വിളിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ അങ്ങനെ വിളിക്കാൻ കൊള്ളൂ? മോശല്ലേ. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ആൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റ് മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. അല്ലാതെ നൂറെ ഹബീബ് എന്ന മജ്ലിസിന് നമ്മൾ കുറ്റം പറയണില്ല. അതിൽ സ്വലാത്തിൽ നിങ്ങൾ ചൊല്ലിക്കോ, ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് സ്വലാത്തല്ലേ. പക്ഷേ അത് ആ മജ്ലിസിൽ പോയിരുന്നിട്ട് മൂപ്പര് പറയുന്ന അറിവുകളൊക്കെ ശരിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെ കേൾക്കുന്ന അറിവിനെക്കുറിച്ച് ജനങ്ങളോട് അന്വേഷിക്കുക, പണ്ഡിതന്മാരോട് അന്വേഷിക്കുക. ശരിയാണെങ്കിൽ മാത്രം ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതായാലും ആ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കണം. തങ്ങന്മാരാണെങ്കിലും തങ്ങന്മാരല്ലെങ്കിലും നമ്മൾ ആരുടെ ലൈഫിലേക്ക് ചൂഴ്ന്നിറങ്ങിയിട്ട് തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അന്വേഷിക്കേണ്ട. പരസ്യമായി ചെയ്യുന്ന തെറ്റ്, പരസ്യമായി വിവരക്കേട് പറഞ്ഞാൽ അത് തിരുത്തി കൊടുക്കൽ. ഇനിയിപ്പോൾ ഞാൻ പരസ്യമായിട്ട് തെറ്റ് ചെയ്താൽ, ഞാൻ പരസ്യമായിട്ട് വിവരക്കേടിയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് തുറന്നു പറയൽ പണ്ഡിതൻ്റെ ധർമ്മമാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ സദസ്സ് കാണുന്നുണ്ട്, ഒരാൾ ഉസ്താദ് അങ്ങനെ ചെയ്തല്ലേ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിയാൽ അതിൻ്റെ അദാബ് മുഴുവൻ ഞാൻ പേറേണ്ടി വരും. ഞാൻ പേറേണ്ടി വരും എന്ന് മാത്രമല്ല, ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന പണ്ഡിതന്മാരും പേറേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് നമ്മളാ പറഞ്ഞത്. നമുക്ക് മനസ്സിലായില്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഹൈറായ മജ്ലിസും നിലനിർത്തട്ടെ. ഹൈറായിടങ്ങളിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഈ ഹാമിദ് എന്ന് പറയുന്ന സഹോദരൻ എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, താങ്കൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ, ദുആ ഇരുന്നോളൂ. പക്ഷേ അറിവില്ലാത്ത വിഷയങ്ങളിൽ കയറി അഭിപ്രായങ്ങൾ പറയരുത്. അതുപോലെ ദയവ് ചെയ്ത് താങ്കളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾക്കത് കുറ്റമായി തോന്നുന്നുണ്ടെങ്കിൽ അവരെ ശപിക്കല്ലേ, അവരെക്കുറിച്ച് അങ്ങനെ പറയില്ല. കാരണം ഈ ശാപത്തെക്കുറിച്ച് താങ്കൾക്കറിയോ? അതായത് നമ്മളൊരാളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപത്തിന് ശപിക്കപ്പെട്ടവൻ അർഹനല്ല എങ്കിൽ അത് ആകാശലോകത്തേക്ക് പോകുന്ന ഹദീസ്. എന്നിട്ടോ അവിടെയും അത് തങ്ങി നിൽക്കുന്നില്ല എങ്കിൽ അത് തിരിച്ചു വന്നിട്ട് ആരിലേക്ക് ഫലിക്കും? ഈ ശപിച്ചവരിലേക്ക് ഫലിക്കും. അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഈ ശപിക്കാനും കുറ്റം പറയാനും പോകണ്ട. നമ്മളെ പറയണവർ പറഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ അള്ളാഹു പുറത്തു തരട്ടെ. ആ മൈൻഡ് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഉയരും സഹോദര, നിങ്ങൾ ഉയരും. ഇത് നിങ്ങളുടെ അനുയായികൾ കണ്ടു പഠിക്കട്ടെ, അവരും നന്നാവും. അല്ലാതെ നമ്മൾ ഈ വരുമ്പോഴത്തേക്ക് എല്ലാവരെയും ശപിച്ച് എല്ലാവരെയും ചീത്ത പറഞ്ഞ് ഇത് കണ്ടു പഠിക്കുന്നവരും ചീത്ത പറഞ്ഞ് അവരെ ഏറ്റവും മോശം സ്വഭാവത്തിന് ഉടമകളാക്കി മാറ്റിയെടുക്കല്ലേ. അപ്പം എൻ്റെ പ്രിയ സഹോദര, ഇത് കേൾക്കുന്ന എല്ലാവരും, എല്ലാ സദസ്സുകളിലും പോയി പങ്കെടുക്കുന്നവരും നല്ല ഇടങ്ങളിൽ നിന്ന് നല്ലത് കേട്ട്, നല്ലത് പഠിച്ച്, നല്ലത് ലൈഫിൽ അപ്ലൈ ചെയ്ത് നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.